വാ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി വന്നാലാ. ഇപ്പോഴെന്തിനാ മോളെ ഡ്രസ്സ്? അമ്മക്ക് മറന്നുപോയോ? അടുത്ത മാസം ഓണല്ലേ വരുന്നത്. ഓണത്തിന് അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഡ്രസ്സ് വാങ്ങി വരാം വാ. അയ്യോ, ഞാനത് മറന്നായിരുന്നു മോളെ. അല്ല, എനിക്കും നിന്റെ അമ്മയ്ക്കും മാത്രമാണോ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടേ ഡ്രസ്സ്? അമ്മേ, ഞങ്ങളെ പിന്നൊരു ദിവസം പോയിട്ട് വാങ്ങാന്ന് വിചാരിക്കുന്നു. ഇന്ന് അമ്മയ്ക്കും അമ്മായിക്കും വാങ്ങി വരാം. ശരി മക്കളെ, എന്നാ വാ നമുക്ക് പോവാം വാ. ഹലോ മാഡം, എന്താ വേണ്ടത്? മോളെ നല്ല സാരി നോക്കി ഒന്ന് എടുത്തേ. മാഡം, ഏത് പ്രായക്കാർക്കാ വേണ്ടത്? മാഡത്തിനാണോ അതോ മാഡത്തിന്റെ മകൾക്കോ മറ്റോ ആണോ? കുറച്ച് പ്രായമായവരിടുന്നത് പോലെയുള്ള സാരി കാണിച്ചാൽ മതി. എന്തായാലും മോന് സാരി വാങ്ങിച്ചു തരല്ലേ, നല്ലതെന്ന് നോക്കി ഒരെണ്ണം എടുക്കാം. അയൽവാസികളുടെ എല്ലാം കണ്ണ് എൻ്റെ മേലായിരിക്കണം. അതുപോലുള്ളൊരു പട്ട് വാങ്ങിയെടുക്കണം. എന്നിട്ട് ഇൻസ്റ്റായിൽ ഒരു റീൽസ് ഇട്ടിട്ട് ട്രെൻഡിങ്ങിൽ വരണം. നോക്കാം. സർ, ഏത് റേഞ്ചിലുള്ള പട്ടാ വേണ്ടത്? ഒരു 1000-1500 രൂപയുടെ ഉള്ളിലുള്ള പട്ട് വാങ്ങിയാൽ മതി. എടാ മോനെ, എന്തുവാ നീ പറയുന്നത്? 1000-1500 രൂപേൻ്റെ ഉള്ളിലുള്ള പട്ടുന്നാ? സാധാരണ സാരിക്ക് തന്നെ 1000-1500 രൂപക്കകത്താവുമല്ലോ. കുറച്ച് നല്ല സാരി നോക്കി വാങ്ങി. അമ്മ, ഓണത്തിന് അമ്മ നല്ല സാരി. ഓണത്തിനെങ്കിലും എന്താ നല്ല സാരി വാങ്ങിക്കൂടാന്നുണ്ടോ? നല്ല നോക്കിയിട്ട് ഒരെണ്ണം എടുക്ക്. വില ഒന്നും പ്രശ്നമാക്കണ്ട. നല്ല വില, മുന്തിയ വിലയുള്ള സാരി ഒന്ന് നോക്കിയെടുക്ക്. അമ്മ, വില കൂടിയ സാരിയൊക്കെ വാങ്ങണോ? വില കൂടിയ സാരി തന്നെ നോക്കി വാങ്ങണം. വില കൂടിയതെന്തിനാ അമ്മ? നല്ല സാരി നോക്കി വാങ്ങിയാൽ മതിയില്ലേ? വില കൂടിയതായാലും കുറഞ്ഞതാണെങ്കിലും നല്ല സാരി ഒരെണ്ണം വാങ്ങിയാൽ മതിയില്ലേ? നല്ല സാരി വാങ്ങണം. നല്ല സാരി എന്ന് പറഞ്ഞാലേ വില കൂടിയ നല്ല സാരി വാങ്ങണം. വില കുറയാനേ പാടില്ല. എന്തേലും ചെയ്യും. അപ്പോൾ ഏത് ടൈപ്പിലുള്ള സാരിയാണ് വേണ്ടത്? നല്ലൊരു സാരി നോക്കി എടുക്കും മാഡം. വില ഒന്നും പ്രശ്നമാക്കണ്ട. ഓക്കെ സർ. മോളെ, നല്ലത് നോക്കി ഒരെണ്ണം എടുക്ക്. വില കൂടിയത് തന്നെ ആവണം. ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കണം ഇത് എവിടുന്ന് എടുത്തേ. അതുപോലെ ഒരു സാരി നോക്കിയെടുത്തേ. ഓക്കെ മാഡം, ഇപ്പം കാണിക്കാം. മാഡം, ഇതൊന്ന് നോക്കിയേ. ഇതെല്ലാം വില കൂടിയ പട്ട. മോനെ, അങ്ങോട്ടൊന്ന് മാറുന്നില്ല, ഞാൻ നോക്കട്ടെ. ഇതെല്ലാം കാണാൻ നല്ല രസമുണ്ട്. നോക്കട്ടെ. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇതിനെത്രയാ മോളെ? മാഡം, ഇത് ഉള്ളതിൽ വെച്ച് ഏറ്റവും വില കൂടിയ പട്ട. ഇതിന് 5000 രൂപ വരും. ഇത് കാണാൻ നല്ല രസമുണ്ട് മോളെ, അതൊക്കെ വെച്ചോ. ഇതൊന്ന് പെട്ടെന്ന് പാക്കാക്കിയേ. അമ്മേ, ഇത്ര വില കൂടിയതൊക്കെ ഒരു ഓണത്തിന് എടുക്കണോ? ഓണത്തിന് മറ്റേ ഓണസാരി എടുത്താൽ മതിയില്ലേ? മോനെ, ഓണസാരിയൊക്കെ ഉടുക്കാത്ത തന്നെ കുറേ എണ്ണുണ്ട്. പിന്നെ ഇതിന് ഓണസാരി തന്നെ വീണ്ടും വാങ്ങുന്നത്. ഇതാകുമ്പോൾ എല്ലാ കല്യാണത്തിനൊക്കെ ഇടാലോ. അല്ലമ്മേ, അല്ലെങ്കിൽ ഇത്ര വില കൂടിയതൊക്കെ വേണോ? ഒന്നും പറയണ്ട, ഇത്ര വില കൂടിയത് തന്നെ വേണം. ഇത് തന്നെ വേണം. ശരി, അമ്മയുടെ ഇഷ്ടം പോലെ. സർ, അപ്പോൾ ഈ പെട്ട് പാക്ക് ചെയ്യല്ലേ? മോളെ, ഇത് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തോ. ഹലോ ഏട്ടാ, സാരി വാങ്ങിച്ചാ? അമ്മയ്ക്കൊരു സാരി ഇഷ്ടപ്പെട്ടു, അതൊന്നും എടുത്തു. മോളെ, ഇവളുടെ കയ്യിലല്ലേ ഈ സാരി എടുത്തത്? നല്ല രസമില്ലേ കാണാനേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. മാഡം, ഇതുപോലെ നല്ലൊരു പട്ട് വേറൊന്ന് കൂടി എടുക്കോ? കുറച്ച് വില കൂടിയാലും കുഴപ്പമില്ല. ഓഹോ, എൻ്റെ സാരി പോലത്തെ സാരി അമ്മയ്ക്കും വാങ്ങാനല്ലേ പ്ലാന്? എങ്ങനെയും വേറെ സാരി വാങ്ങാൻ നോക്കണം. മോളെ, എന്താ അമ്മേ? മോളെ, ഇവിടെയുള്ള പട്ടൊന്നും നല്ല പട്ടല്ല, വില കൂടുതലാണെന്ന് മാത്രം. പക്ഷെ ഒരു രസവും ഇല്ല. പിന്നെ തുണിയുണ്ടല്ലോ, തുണി പെട്ടെന്ന് ഒരു അലക്കിൽ തന്നെ അത് പിഞ്ഞി വരും. അതുപോലത്തെ തുണിയാണ്. എന്നിട്ട് എന്തിനാ അമ്മേ ഇവിടുന്ന് സെലക്ട് ആക്കിയേ? മോളെ, എന്ത് പറയാനാ മോളെ, ഇവളെന്നോട് പറഞ്ഞു ചേച്ചി ഇത് ചേച്ചിക്ക് നല്ല ചേരും, അതുകൊണ്ട് ഇതന്നെ എടുത്തോന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ മോനുണ്ടല്ലോ ഇവിടെ. മോന് ഞാൻ എടുക്കാതിരുന്നാൽ മോനിനെ വഴക്ക് പറയില്ലേ, അതുകൊണ്ട് മാത്രം എടുത്തതാ. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് സാരി എടുക്കത്തില്ലായിരുന്നു. അവര് നിങ്ങളെ നോക്കിയിട്ട് ചേച്ചിന്ന് വിളിച്ചതാ? അതെ മോളെ. പിന്നെ എന്നെ കാണുമ്പോൾ പ്രായം തോന്നിക്കോ? എന്നെ കാണുമ്പോൾ അത്ര പ്രായമൊന്നും തോന്നിക്കില്ലല്ലോ, അതുകൊണ്ട് അവർ ചേച്ചിന്ന് വിളിച്ചതാ. മോളെ, നമുക്ക് ഇവിടെ നിന്ന് എടുക്കണ്ട, നമുക്ക് അങ്ങോട്ടൊന്നും എടുക്കാം. സാരിയിൽ ഏറ്റവും നല്ല കളക്ഷനുള്ള കട ഇതല്ലേ? ഇവിടെ നിന്നല്ലാണ്ട് പിന്നെ നമ്മൾ വേറെ എവിടെ നിന്ന് എടുക്കാം? ഇതിന് തൊട്ടപ്പുറത്തുള്ള കടയില്ലേ, അവിടെ നിന്ന് എടുക്കാം. അവിടെ അത്ര രസമുള്ള സാരി ഒന്നുമില്ലല്ലോ അമ്മേ, അവിടേക്ക് തന്നെ പോകണോ? നിനക്കെന്തറിയാം സാരിയെ പറ്റിയിട്ട്? നമുക്ക് അവിടെ നിന്ന് എടുക്കാം, അവിടെ നല്ല സാരിയൊക്കെ ഉണ്ട്. ശരി, അമ്മയുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ പോവാം. മോനെ, ഞങ്ങൾ അപ്പുറത്ത് കടയിലോട്ട് പോകുന്നു സാരി വാങ്ങിക്കാൻ. മോനെ അതൊന്ന് ബില്ല് ചെയ്തിട്ട് വാങ്ങിക്കൊണ്ട് വാ. ഇവിടെ തന്നെ വാങ്ങിക്കായിരുന്നില്ലേ അമ്മേ? വേണ്ട മോനെ, ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ലേ, ഞങ്ങൾ അപ്പുറത്തുനിന്ന് വാങ്ങിക്കാം. മോനെ അത് ബില്ല് കൊടുത്തിട്ട് വാ. ശരി അമ്മ. മാഡം, ഇതൊന്ന് ബില്ല് ചെയ്തേക്കിട്ടോ. ശരി സാർ. അമ്മേ, ഇവിടെ നിന്നാണ് സാരി എടുക്കുന്നത്? മോളെ, ഇവിടെ നോക്ക്, എങ്ങനെയുള്ള സാരി വേണേലും ഉണ്ട്. അമ്മേ, നല്ല നല്ല സാരിയൊക്കെ ഉണ്ട്, പക്ഷെ നല്ല മുന്തിയ സാരി ഒന്നുമില്ലല്ലോ. ഇവിടെ ഡെയിലി ഇടുന്ന പോലത്തെ സാരി അല്ലേ ഉള്ളത്? നല്ല സെലക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നത് അവിടെ തന്നെയായിരുന്നു അമ്മേ. ഇവിടെ സാധാ സാരിയേ ഉള്ളൂ. എന്തൊരു സാധനം! അമ്മയ്ക്ക് നല്ല സാരി വേണം, അത്ര നല്ല സാരി. എൻ്റെ മോൻ്റെ പൈസ അങ്ങനെ നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കണ്ട. എന്നാ അമ്മ പേര് വെക്കുന്നത്? അതൊന്നുമില്ല മോളെ, ഇവിടെ നല്ല സാരി ഉണ്ടെന്ന് പറയായിരുന്നു. ശരി, എന്നാൽ അമ്മയ്ക്ക് ഇവിടെ നിന്ന് സാരി എടുക്കാൻ താല്പര്യമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. നമുക്ക് ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് എടുക്കാൻ പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്കെന്ത് പ്രശ്നം? ഇവിടുത്തെ സാരിയൊക്കെ നല്ല സൂപ്പർ സാരിയാണ്, ഇവിടെ നിന്ന് എടുക്കാം. മാഡം, ഏത് തരം സാരിയാണ് വേണ്ടത് മാഡം? മോളെ, ഒരു സാധാരണ രീതിയിലുള്ള സാരി കാണിച്ചു തരുമോ? മാഡം, ഇതെങ്ങനെയുണ്ട് നോക്കിയേ? ഇത് സാധാ പട്ട സാരി ഒന്നുമല്ല, പക്ഷെ നല്ല സിൽക്ക് പോലെയുള്ള സാരിയാണ്. എങ്ങനെയുണ്ട് നോക്കിയേ? ഇത് കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. ഈ മഞ്ഞ സാരി നല്ല ഉണ്ട്. മോളെ, ആ മഞ്ഞ സാരി നോക്കി, അത് നല്ല രസമില്ലേ കാണാൻ? ഈ അമ്മയ്ക്കെന്താ തലക്ക് വല്ല തേങ്ങ വീണോ? ഇതെന്താ ഇങ്ങനത്തെ സാരിയൊക്കെ എടുക്കുന്നത്? ഇവിടെ നോക്ക് മോളെ, ഈ മഞ്ഞ സാരി നോക്കി, എന്ത് രസമാണ് കാണാൻ. നോക്ക്, മഞ്ഞയിൽ പച്ച ബോർഡറൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ. എനിക്കത്ര രസമായിട്ടൊന്നും തോന്നുന്നില്ല അമ്മ, ഇതൊരു സാധാ സാരി പോലെ ഉണ്ട്. മോളെ, നിനക്കെന്തറിയാം, ഇപ്പോഴത്തെ ട്രെൻഡ് ഇതല്ലേ? നമ്മൾ പ്രായമായവരൊക്കെ ഇതുപോലെയുള്ള സാരി ആയി കൊടുക്കാറ്. നിനക്കൊന്നും അറിയില്ല, നല്ല രസമുണ്ട്.
പിന്നെ ഇത് മറ്റേ പട്ട് പോലെ ഒന്നുമല്ല, ഉടുക്കാൻ നല്ല രസമുണ്ടാവും. ഇത് നല്ല ഞൊറിയൊക്കെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല നല്ല ഇസ്തിരി ഇട്ടതുപോലെ നിൽക്കും. ആ അത് ശരിയാ, അമ്മയുടെ അത്ര വിവരമൊന്നും എനിക്കില്ലല്ലോ, അതുകൊണ്ട് സാരിനെ പറ്റിയിട്ട് വലിയ ധാരണ ഒന്നും എനിക്കില്ല. മാഡം നിങ്ങൾ സെലക്ട് ചെയ്തോ മോളെ? അപ്പോൾ ഇതെടുക്കല്ലേ, നല്ല രസമില്ല കാണാൻ. ആ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഇതന്നെ എടുക്കാം. മോളെ ഇതൊന്ന് പാക്ക് ചെയ്തേക്കിട്ടാ. ഹാവോ, വീട്ടിലെത്തിപ്പോഴാ ഇച്ചിരി സമാധാനമായത്. ഇന്നാ രണ്ടുപേരും സാരി വാങ്ങിക്ക്. അമ്മയുടെ സാരി. അമ്മേ, നിങ്ങൾ സാരി ഇഷ്ടപ്പെട്ടല്ലേ അമ്മ വാങ്ങിയത്? അതെ മോനെ, ഞാൻ ഇഷ്ടപ്പെട്ടല്ലേ വാങ്ങിയത്, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അല്ല, അമ്മ ഇഷ്ടപ്പെട്ടതന്നല്ലേ? മോനെ നീ വീണ്ടും വീണ്ടും എന്തിനാ ചോദിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത്? അമ്മ 100% ഇഷ്ടപ്പെട്ടാ വാങ്ങിയത്. നിനക്ക് എന്താ വിശ്വാസമില്ലേ ഞാൻ പറഞ്ഞത് ശരിയായിക്കോന്ന്? ഏയ് അതല്ലമ്മ, എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കാണുമോന്ന്. 100 അല്ല 150% എനിക്ക് ഇഷ്ടപ്പെട്ടിന്. ഞാനേ ഷോപ്പിൽ നിന്ന് ഇഷ്ടപ്പെട്ടാണ് വാങ്ങിയത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒന്നുകൂടി നോക്കാം. എന്തുവാ മോനെ ഇത്? നിന്റെ അമ്മായിക്കെടുത്ത സാരി എന്തിനാ എനിക്ക് തന്നത്? എന്തുവാ അമ്മേ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ സെലക്ട് ആക്കിയ സാരി അല്ലേ എൻ്റെ മോനെടുത്തില്ലേ? അതല്ലേ ഞാൻ വാങ്ങിയ സാരി. നിന്റെ അമ്മക്കെടുത്ത സാരി എന്തിനാ എനിക്ക് തരുന്നത്? എനിക്കെടുത്ത സാരി എനിക്കതാ. ഇപ്പോഴല്ലേ പിടികിട്ടിയത്? നിങ്ങൾക്ക് നല്ല സാരിയും എൻ്റെ അമ്മയ്ക്ക് ഒരു വിലയില്ലാത്ത സാരിയും അല്ലേ? നീ എന്താ അവിടെ പെരുവരുത്തോണ്ടിരിക്കുന്നത്? താ എൻ്റെ സാരി എനിക്ക് ഇങ്ങോട്ട് താ. അമ്മേ, ഞാനെന്താ അമ്മയോട് പറഞ്ഞേ അമ്മയ്ക്ക് സാരി എടുക്കുന്നത്? ഏതമ്മയ്ക്കെന്ന് പറഞ്ഞോ? അമ്മേ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? അമ്മയ്ക്ക് സാരി വാങ്ങുന്നത് അത് എൻ്റെ അമ്മയ്ക്കാണെന്ന് ഞാൻ പറഞ്ഞോ? ആ വെറുതെ അല്ല, ഞാൻ അമ്മയ്ക്കെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ അമ്മയാണെന്ന് വിചാരിച്ചു കാണും അല്ലേ നിങ്ങൾ? അതുകൊണ്ടല്ലേ എൻ്റെ അമ്മയ്ക്കായതുകൊണ്ടല്ലേ നല്ല വില കുറവുള്ള സാരി നോക്കി നിങ്ങൾ എടുത്തത്. ഞാനെന്ത് വിചാരിച്ചെന്നറിയോ? എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ. നിങ്ങളെ ഞാൻ വേറൊരു കണ്ണുകൊണ്ട് കണ്ടിട്ടേ ഇല്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഇല്ലല്ലോ അമ്മേ. ഞാൻ എൻ്റെ അമ്മയെ പോലെ മനസ്സിൽ വിചാരിച്ചതുകൊണ്ട് അമ്മയ്ക്ക് നല്ല പട്ട് തന്നെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് അമ്മയോട് ചോദിച്ചു ഏത് വേണം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് പാറാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അമ്മയ്ക്കൊരു കാര്യം അറിയോ? അമ്മയ്ക്കെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നല്ല വില കൂടിയ സാരി തന്നെ നോക്കാൻ പോയത്. നിങ്ങൾ വിചാരിച്ചത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വില കൂടിയ സാരി നോക്കുന്നത് എന്നല്ലേ? പക്ഷെ ഞാൻ അങ്ങനെയല്ല അമ്മ വിചാരിച്ചത്. നിങ്ങളെ എൻ്റെ സ്വന്തം അമ്മ പോലെ കണ്ട് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും വില കൂടിയ സാരി തന്നെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാ. പക്ഷെങ്കിലും നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ എൻ്റെ അമ്മയ്ക്ക് എടുക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള ഏറ്റവും വില കുറഞ്ഞ സാരിയല്ല നിങ്ങൾ നോക്കിയതല്ലേ? അമ്മേ, ഞാൻ എന്താ ചെയ്തതെന്നറിയോ? ഞാൻ ഇവളുടെ അമ്മയ്ക്കാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് വില കുറവുള്ള സാരി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയത്. അപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? വില കുറവുള്ള സാരി ഒന്നും പറ്റില്ല, നല്ല വില കൂടിയ സാരി തന്നെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് നല്ല വില കൂടിയ സാരി തന്നെ നിങ്ങൾ വാങ്ങിച്ചു. നിങ്ങൾ നല്ല മനസ്സോടെയാണ് അമ്മയ്ക്ക് നല്ല സാരി വാങ്ങി കൊടുക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇത്രയും ഒരു ദുഷ്പ്രവൃത്തി ഉണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അമ്മേ. അയ്യോ ദേവി, ഞാൻ എനിക്ക് തന്നെ പണി വാങ്ങിക്കൂട്ടിയല്ലോ. ഞങ്ങൾ പോകുമ്പോൾ എന്താ പറഞ്ഞത് നമുക്കറിയോ? ഞാൻ എടുക്കുന്ന സാരി ഇവളുടെ അമ്മയ്ക്ക്, ഇവളെടുക്കുന്ന സാരിക്ക് എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞിട്ടാണ് പോയത്. എന്നിട്ട് ഇവളെന്താ എന്നോട് അപ്പോൾ പറഞ്ഞതെന്നറിയോ? അവിടെയുള്ള ഏറ്റവും വില കൂടിയ സാരി അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കണമെന്ന്. ഇവളുടെ പൈസ അമ്മയ്ക്കും എൻ്റെ പൈസ ഇവളുടെ അമ്മയ്ക്കും സാരി വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു ദുഷ്പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അമ്മേ. എടി ഇന്നാ ഞാൻ വാങ്ങിയ സാരി നിൻ്റെ അമ്മയ്ക്ക് എടുത്തോ, നീ വാങ്ങിയ സാരി എൻ്റെ അമ്മയ്ക്കും കൊടുക്ക്. താങ്ക് യു ചേട്ടാ. താങ്ക്സ് എന്നോട് പറയണ്ട, നീ അമ്മയോട് പറ. താങ്ക് യു അമ്മേ, എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും നല്ല സാരി സെലക്ട് ആക്കിയതിന്. എന്നാ ശരി അമ്മ. അയ്യോ, അവനവൻ കുഴിച്ചിട്ട കുഴിയിൽ ഗുലുമാൽ ഗുലുമാൽ, എല്ലാം എൻ്റെ തലവിധി.